Welcome back to Think in English, where learning English is fun, easy, and unforgettable. Today, we'll unlock the power of the past perfect tense, a time machine that lets us talk about what happened before something else in the past. Ready to become a time traveling grammar wizard? Then, let's go. ഇന്ന് നമ്മൾ ഡേ 7 ഡേ 7 നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത വേറൊരു ആക്ഷൻ, അതായത് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തു, ഒന്നിന് പുറകെ ഒന്നായിട്ട് രണ്ട് കാര്യങ്ങൾ ടേക്ക് പ്ലേസ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നടന്ന കാര്യത്തെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കതക് അടച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ, അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഓൾറെഡി ഹാപ്പൻഡ് ആണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, രണ്ട്, ഞാൻ കതക് അടച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ സംഭവിച്ച കാര്യമാണ് കതക് അടച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കതക് അടച്ചു എന്നുള്ള കാര്യം നമ്മൾ പറയാനാണ് എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പറയും. അപ്പം ഒരു കാര്യം, അതായത് രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം, ആദ്യം നടന്ന കാര്യത്തെ നമ്മൾ പറയാനാണ് എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? You were hosting a dinner party. By the time the guest arrived, you had cooked dinner. One section happened before another past action. അതായത് കുക്കിംഗ് നടന്നത് എപ്പോഴാണ്, ഗസ്റ്റ് വന്ന സമയത്ത് ഓൾറെഡി എന്ത് ചെയ്തു, ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ്സ് വെൻ വി യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടന്നു. ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ്, ദാറ്റ് ഈസ് എ സെക്കൻഡ് ആക്ഷൻ ടേക്കൺ പ്ലേസ് അല്ലേ. അപ്പോൾ അവിടെ സെക്കൻഡ് ആക്ഷൻ നടന്നത് ഏതാണ്, ഗസ്റ്റ് വന്നു അല്ലേ. ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ് യു ഹാഡ് കുക്ക്ഡ് ഡിന്നർ. ആ ഗസ്റ്റ് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടായിരുന്നു. സോ അവിടെ യു ഹാഡ് കുക്ക്ഡ് ഡിന്നർ, ദ ഫസ്റ്റ് തിങ് ഹാപ്പൻഡ്. അതിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നത്. ഗസ്റ്റ് അറൈവ്ഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, പോസിറ്റീവ് സെൻറ്റൻസസ്. പോസിറ്റീവ് സെൻറ്റൻസസ് നമ്മൾ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ദ സ്ട്രക്ചർ ഇസ് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ്, ഇപ്പോൾ ഇവിടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ എന്താണ്, ഹാഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. എക്സാമ്പിൾസ്, I had finished my homework before the movie started. I had finished my homework before the movie started. അപ്പം സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തായിരുന്നു. She had left the office when her boss called. She had left the office when her boss called. അവളുടെ ബോസ് വിളിച്ചപ്പോഴേക്കും അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ രണ്ട് ആക്ഷൻ നടക്കുന്നുണ്ട്. ബോസ് വിളിച്ചു, അത് രണ്ടാമത്തെ ആക്ഷനാണ്. അതിന് മുന്നേ അവൾ എന്ത് ചെയ്തു, ഓഫീസിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം സീ ദ ഡിഫറൻസ്. ഈ രണ്ട് സെൻറ്റൻസസ് കണ്ടോ, അതിൽ ഫസ്റ്റ് വൺ, അതായത് ആദ്യത്തെ ആക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നത് ഹാഡ് V3. ഇനി രണ്ടാമത്തെ സെൻറ്റൻസോ സിംപ്ലി V2 ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ, അതായത് സിമ്പിൾ പാസ്റ്റ്. Then the third example, we had cleaned the house before our friends came over. We had cleaned the house before our friends came over. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ. നെഗറ്റീവ് സെൻറ്റൻസസ്. നെഗറ്റീവ് സെൻറ്റൻസസ് ബിൽഡ് ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് പ്ലസ് V3 plus rest of the sentence. Subject plus had plus not plus past participle form of the verb plus rest of the sentence. Example, he had not prepared for the test, so he struggled. അവൻ എന്ത് ചെയ്തില്ല,
ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തില്ല, അതുകൊണ്ട് ഹീ സ്ട്രഗിൾഡ്. ഹി ഹാഡ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദ ടെസ്റ്റ്, സോ ഹി സ്ട്രഗിൾഡ്. They hadn't booked the tickets before the show sold out. They hadn't booked the tickets before the show sold out. അപ്പോൾ ടിക്കറ്റ് എല്ലാം തീരുന്നതിന് മുന്നേ അവർ എന്ത് ചെയ്തില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ടിക്കറ്റ് തീർന്നു എന്നുള്ളത് നടന്നു, അവർ ബുക്ക് ചെയ്തിട്ടൊട്ട് ഇല്ലായിരുന്നു താനും. I had not packed my bag when the taxi arrived. I had not packed my bag when the taxi arrived. How to form questions. The structure is hard plus, subject plus, past participle plus rest of the sentence. Then put a question mark. അത് മറന്നു പോകരുത്. അപ്പം hard plus, subject plus, V3 plus, rest of the sentence, question mark. First sentence, had you finished your homework before the game? Had you finished your homework before the game? നീ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തായിരുന്നോ, നിന്റെ ഹോംവർക്ക്സ് ഫിനിഷ് ചെയ്തായിരുന്നോ? ഹാഡ് ദേ അറൈവ്ഡ് വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്? അവർ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്തേക്ക് വന്നായിരുന്നോ? ഹാഡ് ഷീ കുക്ക്ഡ് ഡിന്നർ ബിഫോർ യു ഗോട്ട് ഹോം? നീ വീട്ടിലെന്നതിന് മുമ്പ് തന്നെ അവൾ കുക്കിംഗ് ചെയ്ത് വെച്ചായിരുന്നോ, ഡിന്നർ പ്രിപ്പയർ ചെയ്തായിരുന്നോ? അപ്പം ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ, നീ അവിടെ എത്തുന്നതിന് മുന്നേ അവർ വന്നായിരുന്നോ? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് സ്ട്രക്ചർ? ഹാർഡ് പ്ലസ്, സബ്ജക്റ്റ് പ്ലസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. വെൻ ഡു വി യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ടോക്കിംഗ് അബൌട്ട് 2 പാസ്റ്റ് ആക്ഷൻസ്. പാസ്റ്റിലെ 2 ആക്ഷൻസ് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ അങ്ങനെ. വെൻ 1 ആക്ഷൻ ഹാപ്പൻസ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. പാസ്റ്റിൽ തന്നെ 2 ആക്ഷൻസ് നമ്മൾ പറയുമ്പോൾ ഒന്നിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ. എക്സാമ്പിൾ, ബൈ ദ ടൈം ദ ട്രെയിൻ അറൈവ്ഡ് വി ഹാഡ് ബോട്ട് ദ ടിക്കറ്റ്സ്. ട്രെയിൻ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തായിരുന്നു, ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ദ സെക്കൻഡ് വൺ, എക്സ്പ്രസിങ് റിഗ്രറ്റ്സ്. അതല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമ്മൾ പറയുമ്പോൾ എക്സ്പ്രസിങ് റിഗ്രറ്റ്സ് പറയുമ്പോൾ, ഐ ഹാഡ് ഫോർഗോട്ടൺ മൈ വാലറ്റ് ആൻഡ് കുഡ്ന്റ് ബൈ എ കോഫി. അപ്പോൾ അവിടെ എന്താണ്, ഞാൻ എൻ്റെ വാലറ്റ് മറന്നുപോയി. ഐ ഹാഡ് ഫോർഗോട്ടൺ മൈ വാലറ്റ് ആൻഡ് കുഡ്ന്റ് ബൈ കോഫി. ദെൻ ദ തേർഡ് വൺ, ഗിവിങ് റീസൺസ് ഓർ എക്സ്പ്ലെയിനിങ് ദ കോഴ്സ്. തേർഡ് യൂസ് ആണ് ഗിവിങ് റീസൺസ് ഓർ എക്സ്പ്ലെയിനിങ് ദ കോഴ്സ്. He was tired because he had worked late the night before. He was tired because he had worked late the night before. അപ്പോൾ അവൻ ഭയങ്കര ടയേർഡാണ്, ബിക്കോസ് അവൻ ഇന്നലെ രാത്രിയൊക്കെ എന്ത് ചെയ്യായിരുന്നു, ഭയങ്കര ലേറ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം he had worked late the night before. അതുകൊണ്ട് he was so tired. Then the fourth one, indirect speech. അതായത് റിപ്പോർട്ടഡ് പാസ്റ്റ് ഇവൻറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് ഷീ ഹാഡ് വിസിറ്റഡ് ലണ്ടൻ ട്വൈസ് ബിഫോർ മൂവിങ് ദെയർ. ഷീ സെഡ് ഷീ ഹാഡ് വിസിറ്റഡ് ലണ്ടൻ ട്വൈസ് ബിഫോർ മൂവിങ് ഹിയർ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, 2 വട്ടം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അവൾ 2 പ്രാവശ്യം ലണ്ടൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെൻസ് യൂസ് ചെയ്യാം. ദെൻ ഷോയിങ് കംപ്ലീഷൻ ബിഫോർ എ ഡെഡ് ലൈൻ. ഷോയിങ് കംപ്ലീഷൻ ബിഫോർ എ ഡെഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ, വി ഹാഡ് സബ്മിറ്റഡ് അവർ അസൈൻമെൻറ്റ്സ് ബിഫോർ ദ ഡെഡ് ലൈൻ. അപ്പോൾ ഡെഡ് ലൈനിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തു, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. വി ഹാഡ് സബ്മിറ്റഡ് അവർ അസൈൻമെൻറ്റ്സ് ബിഫോർ ദ ഡെഡ് ലൈൻ. സോ ഇതൊക്കെയാണ് എന്ത് യൂസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ടോക്കിംഗ് അബൌട്ട് 2 പാസ്റ്റ് ആക്ഷൻസ്. സെക്കൻഡ് വൺ, എക്സ്പ്രസിങ് റിഗ്രറ്റ്സ്. തേർഡ് വൺ, ഗിവിംഗ് റീസൺസ് ഓർ എക്സ്പ്ലെയിനിങ് ദ കോഴ്സ്. ഫോർത്ത് വൺ, ഇൻഡയറക്റ്റ് സ്പീച്ച്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഷോയിങ് കംപ്ലീഷൻ ബിഫോർ എ ഡെഡ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്ന കുറച്ച് സെനാരിയോസോ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ ദ ടൈം ഐ ഗോ ടു ദ ബേക്കറി they had sold all the puffs.
വാട്ട് എ ട്രാജഡി. ഞാൻ ബേക്കറിയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പഫ്സും തീർന്ന്. എന്തൊരവസ്ഥയാണ്! ഇത് നമ്മൾ പറയാറില്ലേ, ഓ ഞാൻ അവിടെ ചെന്ന് നോക്കിയടാ, അവിടെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞായിരുന്നു എന്ന് പറയാറില്ലേ? അതാണ് ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നടന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കി അല്ലേ, അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. നമ്മൾ ചെല്ലുകയും ചെയ്തു. ഇപ്പോൾ 2 ആക്ഷൻസ് അവിടെ എന്ത് ചെയ്തു, നടന്നു. ദെൻ വി ഹാഡ് പ്ലാൻഡ് എ പിക്നിക് ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഞങ്ങളൊരു പിക്നിക്കൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ മഴയാണ്. മഴ കാരണം ഒന്നും ചെയ്ത് പോകാൻ പറ്റിയില്ല അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഐ ഹാഡ് ചാർജ്ഡ് മൈ ഫോൺ ബട്ട് ഫൊർഗോട്ട് ടു ബ്രിങ് ഇറ്റ്. ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്തായിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, കൊണ്ടുവന്നില്ല. അവിടെയും 2 കാര്യങ്ങൾ നടന്നു. ഓൾറെഡി ചാർജ് ചെയ്തു, ബട്ട് കൊണ്ടുവന്നില്ല. ഓക്കെ. ഷീ ഹാഡ് ക്ലീൻഡ് ദ കിച്ചൺ ദെൻ ഹർ ഡോഗ് മെസ്ഡ് ഇറ്റ് അപ്പ് അഗെയിൻ. അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴേക്കും പട്ടിക്കുട്ടി കയറിയിട്ട് എന്ത് ചെയ്ത് അവിടെ പിന്നെയും അലമ്പാക്കി വെച്ച്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ലൈഫിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, ഇതൊക്കെ എവിടെയാണ്, ഏത് ടെൻസിലാണ് ഉള്ളത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കിത് ഈ മലയാളത്തിൽ നമുക്കറിയാം, പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ടെൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് അവിടെ ഹാർഡാണ് യൂസ് ചെയ്യേണ്ടത്, V3 ആണ്, ഇതൊക്കെ അറിയാം. പക്ഷേ ഈ മലയാളത്തിൽ നമ്മൾ പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഇവിടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഈ ടെൻസ് വെച്ചിട്ടാണ് ഇത് പറയേണ്ടതല്ലേ, അത് നമുക്കറിയില്ല. ബിക്കോസ് ആ കോൺസെപ്റ്റാണ് ലൈക്ക് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെൻസ് മാസ്റ്ററി സീരീസിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത്. യെസ്, നൗ ഇറ്റ്സ് ടൈം ഫോർ ലേണർ ചാലഞ്ച്. ബി റെഡി? വെൽ, സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ടെസ്റ്റ് യുവർ പാസ്റ്റ് പെർഫെക്റ്റ് സ്കിൽസ്. സോ തന്നേക്കുന്ന ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ആസ് യൂഷ്വൽ, fill in the blanks. The first question, when I reached the airport, the plane dash. Second one, they realized they dashed their passports after reaching the hotel. Then the third one, by the time we got there, the concert dash. Fourth one, he dashed his project before the deadline. The fifth one, the train dashed before we arrived at the station. So you can post your answers in the comments. Let's see how many time traveling grammar masters we have got. Okay, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, കോമെൻറ്റ്സിൽ മെൻഷൻ ചെയ്യുക. സോ ഐ ക്യാൻ ഓൾസോ ഗിവ് യു ദ ആൻസേഴ്സ് ഇൻ ദ കോമെൻറ്റ്സ്. I'll just pin it. Okay. Now, as I mentioned before, here is the bonus step, how to remember the past perfect tense. Remember, past perfect tense എന്ന് പറയുന്നത് എന്താണ്? 2 past actions. The first action gets the past perfect. അതിൽ ആദ്യം നടന്ന ആക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നത്. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഐ വിൽ ഗിവ് യു എ ക്വിക്ക് റീക്യാപ്പ്. ദ ഫസ്റ്റ് ആക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നത്. യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ഹാർഡ് പ്ലസ് V3. ദെൻ ദ സെക്കൻഡ് ആക്ഷൻ എന്തിലാണ് പറയുന്നത്, യൂസ് സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് V2. ഓക്കെ. ബൈ ദ ടൈം ദ മൂവി സ്റ്റാർട്ടഡ് we had found our seats. Okay. And that's how you master the past perfect tense. നമ്മൾ ഓരോ ദിവസത്തെയും ടാസ്കുകളുടെ ഓരോ ദിവസത്തെ ടെൻസ് നമ്മൾ എടുക്കുന്നതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരും അതെന്ത് ചെയ്യുക, വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. സോ യു ക്യാൻ ഹാവ് ദ നോട്ട്സ് ആസ് വെൽ ആസ് യു ക്യാൻ ഡു ദ പ്രാക്ടീസ്. കുറച്ചും കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. ഓക്കെ. സോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദി ഡിസ്ക്രിപ്ഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ. ഓൾ റൈറ്റ്. സോ hit like, subscribe and share this video with someone who always had forgotten their homework or their phone charger. അപ്പം എപ്പോഴും ചാർജർ മറന്നു പോകുന്നതോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഇംഗ്ലീഷ് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പം നാളെ നമ്മൾ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Till then, keep thinking in English. Bye.